ഹായ്. ദൃശ്യം 3 അഥവാ പിടിക്കപ്പെട്ട ജോർജ് കുട്ടി. ജോർജ് കുട്ടി ഒരു കാലത്തും പിടിക്കപ്പെടില്ല എന്ന തോന്നൽ അസംബന്ധമാണ്. ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം കുറിച്ച് മുന്നേറുകയാണ് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ദൃശ്യം 3. മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തിൽ റിലീസ് ചെയ്ത ദൃശ്യം 3 മികച്ച പ്രതികരണങ്ങളാണ് നേടിയത്. മോഹൻലാലിൻ്റെ വിസ്മയിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ ഇമോഷണൽ ത്രില്ലറാണ് ജിത്തു ദൃശ്യം 3 അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. എന്നാൽ ദൃശ്യം 3 ആരാധകർക്കിടയിൽ വലിയ ആഘോഷമൊന്നും കാണുന്നില്ല. ചിത്രത്തിൻ്റെ ആദ്യ 2 ഭാഗങ്ങൾ പ്രേക്ഷകർക്ക് നൽകിയ അതേ അനുഭവം 3-ാം ഭാഗം നൽകുന്നില്ല എന്നതാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിൻ്റെ മാറ്റമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ആദ്യ ഭാഗങ്ങളിൽ കേബിൾ TV ഓപ്പറേറ്ററായിരുന്ന ജോർജ് കുട്ടി 3-ാം ഭാഗത്തിൽ സിനിമാ നിർമ്മാതാവായി സമ്പന്നനായി മാറിയിട്ടുണ്ട്. ഒരു സാധാരണക്കാരൻ്റെ നിഷ്കളങ്കതയും കുടുംബത്തോടുള്ള ഇമോഷണൽ കണക്ഷനും ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് നഷ്ടമായിരിക്കുന്നു. മേക്ക് ബിലീഫാണ് അഭിനയത്തിൻ്റെ കാതൽ. ഇല്ലാത്തതൊന്ന് ഉണ്ടെന്ന് കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ വിശ്വസിപ്പിക്കുന്ന സമർത്ഥമായ ഒരു കപട നാടകം. മോഹൻലാൽ പറഞ്ഞ് പലവട്ടം നാം ഇത് കേട്ടിട്ടുണ്ട്. ഫാൽക്കെ അവാർഡ് നേടിയ ലാലേട്ടൻ്റെ ഏറ്റവും മോശം ഒരു ലൈവ് പെർഫോമൻസ് ആയിരുന്നു ഈയിടെ നാം കടവന്ത്രയിൽ കണ്ടത്. ലാലേട്ടൻ്റെ ഏറ്റവും മോശം അഭിനയങ്ങളിൽ ഒടുവിലെത്തിയത്. ആഴ്ചകൾക്ക് മുമ്പായിരുന്നു വൻ തുക പ്രതിഫലം വാങ്ങി അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ലാൽ എന്ന താരം പെയിന്റ് അടിച്ച് വെളുപ്പിക്കാനിറങ്ങിയത്. ഈ ദൗത്യം 8 നിലയിൽ പൊട്ടിയത് വൈകാതെ നാം കണ്ടു. മന്നവേന്ദ്ര വിളങ്ങുന്നു, ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന നിലയിലുള്ള PR അധിഷ്ഠിത ചോദ്യങ്ങൾ പിണറായിയെ നോക്കി ചോദിച്ചു മുന്നേറിയ ലാലേട്ടൻ്റെ എല്ലാ നീക്കങ്ങളും അടപടലം തകർന്നത് മെയ് 4-നായിരുന്നു. ബഹുജനത്തിൻ്റെ മുന്നിൽ വൻ വിശ്വാസതാ നഷ്ടം വന്നുപോയ പിണറായി വിജയന് മോഹൻലാലിലൂടെ അത് വീണ്ടെടുക്കാനാകുമെന്ന പാഴ്മോഹമായിരുന്നു PR സംഘത്തെ നയിച്ചിട്ടുണ്ടാവുക. എന്നാൽ വ്യക്തി എന്ന നിലയിൽ പിണറായിയുടെ അത്ര പോലും വിശ്വാസ്യതയും പിന്തുണയുമില്ലാത്ത ഒരാളാണ് ലാലെന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തോടെ വ്യക്തമായി. പിണറായി അഭിമുഖം വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു ദേശീയ മാധ്യമത്തിൽ നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻ്റ് ആക്കാനും ലാലേട്ടന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലുമൊക്കെ വിളിച്ചു കൂട്ടുന്ന ആൾക്കൂട്ടങ്ങളിൽ ഇറങ്ങി ആള് കളിക്കുന്നത് കേമത്തരമായി കരുതരുത്. വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ഒട്ടേറെ കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും നമുക്കിടയിലുണ്ട്. ഭരണാധികാരികളെ ബഹുമാനിക്കുന്നതും സാധാരണം. എന്നാൽ അസാധാരണമായ മെയ്വഴക്കത്തോടെ രാഷ്ട്രീയ നേതാക്കളെ മാറി മാറി വല്ലാതങ്ങ് സുഖിപ്പിക്കുന്നത് സദുദ്ദേശപരമല്ലെന്ന് ഫാൻസുകാർ പോലും തിരിച്ചറിയുന്നുണ്ട്. മുഖ്യമന്ത്രി VD സതീശനും MLA-മാർക്കും നൽകിയ പൗരസ്വീകരണത്തിൽ മമ്മൂട്ടി അടക്കമുള്ളവർ കാര്യമാത്രമായി സംസാരിച്ചപ്പോൾ എഴുതിച്ച് തയ്യാർ ചെയ്ത സ്ക്രിപ്റ്റുമായി മ്യൂസിക്കിൻ്റെ അകമ്പടിയോടെ നരസിംഹം ശൈലിയിൽ ഓടിക്കേറിയ ചടുലത ഒരു നല്ല PR എന്ന് വിശ്വസിക്കാൻ വയ്യ. ചരിത്രവും പൗരധർമ്മവും സാമൂഹ്യ ശാസ്ത്രവും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുമൊക്കെ ആ പ്രസംഗത്തിൽ വെട്ടിത്തിളച്ചു മറിഞ്ഞു. വെറും ചളുവായി മാറിയതല്ല, ഒരു ജനകീയ വിഷയത്തിൽ പോലും അർത്ഥവത്തായി പ്രതികരിക്കാത്ത ആളായിരുന്നു ഇക്കാലം എത്രയും മിസ്റ്റർ മോഹൻലാൽ. അന്തസാരശൂന്യമായ വാക്കുകളാണ് പ്രസംഗത്തിലുടനീളം മുഴച്ചു നിന്നത്. പതിവ് രീതികളനുസരിച്ച് മുഖ്യമന്ത്രി സതീശനെ പരമാവധി പുകഴ്ത്താനും ലാൽ മറന്നില്ല. ആത്മാർത്ഥമായിരുന്നുവെങ്കിൽ ഇപ്പറഞ്ഞതിൽ ഒരു വാക്കെങ്കിലും മുമ്പാകാമായിരുന്നില്ലേ ലാലേട്ട? നായകനല്ല, നായകനെ മെനഞ്ഞെടുക്കുന്ന തിരക്കഥാകാരനും സംവിധായകനുമാണെന്ന് യഥാർത്ഥ ഹീറോ എന്ന ശ്രീനിവാസന്റെ നിരീക്ഷണം ഇവിടെ അനർത്ഥമാകുകയാണ്. ലാലിൻ്റെ പ്രസംഗം തയ്യാർ ചെയ്ത പ്രൊഫഷണൽ എഴുത്തുകാരാണ് ഇവിടെ ഹീറോ. പുതിയ ലൊക്കേഷനിൽ പുതിയ തിരനാടകം, ആകെ മൊത്തം അടിപൊളി. പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സെലിബ്രിറ്റികളുടെ ഇടപെടൽ ആത്മാർത്ഥതയുള്ളതാകണം. മയക്കുമരുന്നിനും ലഹരിക്കുമെതിരെ സർക്കാർ പരസ്യങ്ങളിൽ അഭിനയിക്കുമ്പോൾ തന്നെ വൈകിട്ടെന്താ പരിപാടി എന്ന വഷളൻ ചോദ്യവുമായി കോർപ്പറേറ്റ് പരസ്യങ്ങളിലും പ്രത്യക്ഷപ്പെടാൻ തീരുമാനിക്കുന്നത് ഉളുപ്പില്ലായ്മ എന്ന സവിശേഷത കൊണ്ട് മാത്രമാണ്. മദ്യപാനായി അകാലത്തിൽ മരിച്ചുപോയ സുഹൃത്തിനെ ആ ദുശീലത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാതിരുന്നതാണ് ജീവിതത്തിൽ കുറ്റബോധം തോന്നിച്ച ഏക സംഭവമെന്ന് പിണറായി അടിച്ചു വിടുമ്പോൾ അതനുസരിച്ചുള്ള ഭാവങ്ങൾ മുഖത്ത് വരുത്തി ലാലേട്ടൻ ജനങ്ങളെ അത് മേക്ക് ബിലീഫാക്കാൻ നോക്കുമ്പോൾ പൊളിയുന്നത് അഭിനയശേഷി മാത്രമല്ല, വിശ്വാസ്യതയുമാണ്.
പണ്ടൊരു വേദിയിൽ ലാലേട്ടൻ പാടാൻ തുടങ്ങും മുമ്പ് പാട്ട് നമ്മുടെ കർണപുടങ്ങളിലെത്തിയ അപൂർവ അനുഭവം വെച്ച് പറഞ്ഞാൽ എല്ലാം അഭിനയമാണ്, നാട്യമാണ്, കാപട്യമാണ്. മോഹൻലാൽ, താങ്കളുടെ രാഷ്ട്രീയം എന്തുമാവട്ടെ, അതിനുള്ള താങ്കളുടെ അവകാശത്തെ സല്യൂട്ട് ചെയ്യുന്നു. പക്ഷെ ഇത് രാഷ്ട്രീയമോ സദാചാരമോ ധാർമ്മികതയോ അല്ല. വ്യത്യസ്ത രാഷ്ട്രീയ വേദികളിലൂടെ താങ്കളുടെ അഭിനയ പരീക്ഷണങ്ങൾ താങ്കളുടെ മോശം പടത്തിനേക്കാൾ വലിയ ദുരന്തമാണ് താങ്കൾക്ക് സമ്പാദിച്ചു തരിക. ജോർജ് കുട്ടി ഒരു കാലത്തും പിടിക്കപ്പെടില്ല എന്ന തോന്നൽ അസംബന്ധമാണ്.